കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. വിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ. പാർവതിയുടെ അഭിപ്രായം അത് തന്നെയല്ലേ? ഇപ്പോ വിശാൽ സാറിനെ പോലെ തന്നെയാ എന്റെ അവസ്ഥ. എന്തുത്തരം പറയണമെന്ന് എനിക്കറിയില്ല. ഹാ, കെട്ടിയവനും കൊള്ളാലോ. വിപിന് പല്ലവിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഉറപ്പല്ലേ? അങ്ങനെയാണ് വിപിന്റെ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരിക്കണേ. താല്പര്യമില്ലാത്ത വിപിന്റെ തലയിലേക്ക് പല്ലവിയെ കെട്ടിവെക്കാൻ പാർവതി തയ്യാറാണോ? അല്ല. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേട്ടാ മതി. നിങ്ങൾ വാ, നമുക്ക് വിപിനും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താം. പാർവതി, എനിക്ക് പാർവതിയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. സർ, ശരിക്കും നീ എൻ്റെ അഭിമാനമാ പാർവതി. ഭർത്താവിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഭാര്യ എടുക്കാത്ത തീരുമാനമാണ് നീ ഇപ്പം എടുത്തത്. എനിക്ക് നാണക്കേടുണ്ടാവുമെന്ന് കരുതിയല്ലേ ജാസ്മിനെ വിവാഹം കഴിച്ചോളാൻ നീ പറഞ്ഞത്? അതെ സർ. എല്ലാവരുടെയും മുമ്പിൽ ആ വീഡിയോയുടെ പേരിൽ സർ അപമാനിതനാവുന്നത് എനിക്ക് സഹിക്കാനാവുമായിരുന്നില്ല. അതിന് ജാസ്മിനെ വിവാഹം കഴിക്കാൻ മാത്രമേ ഒരു പരിഹാരമായി എനിക്കപ്പോൾ തോന്നിയുള്ളൂ. അതുകൊണ്ടാ ഞാനിപ്പോൾ അതിന് സമ്മതിച്ചതും. പക്ഷേ അതിന് സമ്മതിക്കുമ്പോൾ എൻ്റെ മനസ്സൊരുകുമായിരുന്നു. ഇപ്പോ ആ പ്രയാസങ്ങളൊക്കെ മാറിയില്ലേ? പിന്നെന്തിനാ കരയുന്നത്? എല്ലാം ശുഭമായി തീർന്നു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഇല്ല പാർവതി, ഒന്നും തീർന്നിട്ടില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം തന്നെയായിരിക്കും. വിശാലിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും പാർവതി. നിങ്ങളെല്ലാരും ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ ഇവിടെ ഒരു ചർച്ച? എടാ, പല്ലവിയെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നറിഞ്ഞു. എന്താ നിന്റെ അഭിപ്രായം? ചേട്ടാ, വെറുതെ അതൊന്നും സംസാരിച്ച് സമയം പാഴാക്കാനില്ല. നിങ്ങൾ വന്നേ, താലി കെട്ട് നടത്തണം. ജാസ്മിനെ വിവാഹം കഴിക്കാൻ എന്റെ വിധി. അത് നടക്കട്ടെ. മോനെ, നീ എനിക്ക് വേണ്ടി. അതെ, കരച്ചില് സെന്റിമെന്റ്സ് ഒക്കെ പിന്നീടാവാം. എല്ലാരും വന്നേ. പല്ലവി എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. വിപിൻ സാറും ജാസ്മിനും തമ്മിലുള്ള കല്യാണം മുടക്കണം. ഇന്ന് ഇവിടെ വെച്ച് വിപിൻ സാറിനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. വിപിൻ സാറേ, ഇവളെ കല്യാണം കഴിക്കരുത്. ഇവളെ കല്യാണം കഴിച്ച ഈ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും.
പല്ലവി വേണ്ട, നീയായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ഇത് നടത്തിയാൽ എന്താ കുഴപ്പം? ഞാൻ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ നിനക്ക് എന്താ കുഴപ്പം? എന്താ പ്രശ്നമെന്നോ? ദേ വിപിൻ സാറേ, ദേ എന്റെ മുന്നിൽ പൊട്ടം കളിക്കരുത്. പല്ലവി, നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? എന്താ എന്താ ഇവിടെ നടക്കുന്നേ? നിങ്ങൾ കുടുംബക്കാർ എന്നെയും എന്റെ മോളെ കുരങ്ങളിപ്പിക്കുകയാണോ? പല്ലവി, എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ ഈ വിവാഹം തടയാൻ നോക്കുന്നേ? നിനക്ക് എന്താ വേണ്ടത്? എന്നെ എന്നെ വിപിൻ സാറ് വിവാഹം കഴിക്കണം. ഞങ്ങൾ തമ്മില് പ്രണയത്തില. അത് മറച്ചു വെച്ചാ വിപിൻ സാറ് ജാസ്മിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എങ്ങനെ? നീ ഞാനും തമ്മിൽ പ്രണയത്തിലാണെന്നാണോ? നിനക്ക് എന്നോട് ചിലപ്പോൾ പ്രേമം ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് നിന്നോട് യാതൊരു പ്രേമവുമില്ല. കള്ളം. വിപിൻ സാറ് പറയുന്ന പച്ച കള്ളം. പല്ലവി, ഞാൻ പറയട്ടെ. വിപിൻ സാറിന് എന്നോട് പ്രേമോ ഇഷ്ടോ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാ വിപിൻ സാറിന്റെ കുഞ്ഞ് എന്റെ വയറ്റ് വളരുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും സാറേ. കാര്യം കഴിഞ്ഞപ്പോ ഇപ്പൊ പല്ലവി വെറും കറിവേപ്പിലയായല്ലേ? പല്ലവി, നീ പറയുന്നതെല്ലാം ഉള്ളതാണോ? അതോ കല്യാണം നടത്താൻ വേണ്ടി ഇല്ലാ കഥ പറയുന്നതാണോ നീ? എനിക്ക് സംസാരിക്കാനുള്ളത് വിപിൻ സാറിനോടാ. പറയും വിപിൻ സാറ്. വിപിൻ സാറിന് ഇപ്പൊ എന്നെ ഒഴിവാക്കണം അല്ലേ? നിങ്ങൾ എന്നെ ഒഴിവാക്കിയ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം? അതുകൂടി പറയൂ. ഇവനെ പല്ലവി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഏട്ടാ, എന്ത് വാസ്തവം? അനിയത്തിയും ചേച്ചിയും കൂടെ നമ്മുടെ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടി ഓരോ പദ്ധതികളുമായിട്ട് നടക്കുകയല്ലേ? സുശീലാന്റി, പല്ലവിയും പാർവതിയും ഒരേ ത്രാസിൽ അളക്കരുത് കേട്ടോ. ചേച്ചി, രംഗം ആകെ മാറി മറിയാണല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ്. പല്ലവി, വെറുതെ വിപിന്റെ നേരെ ആരോപണം ഉന്നയിക്കരുത്. ഇനി നീ പറയുന്നതാണ് വാസ്തവമെങ്കിൽ ദേ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അതിന് പല്ലവി പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? അതിന് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഡോക്ടറെ, പല്ലവിയെ പരിശോധിക്കണ്ട. പല്ലവി പറഞ്ഞത് സത്യം തന്നെയാ. ഇവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാ.
പ്രശാന്ത്, ഇങ്ങനൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടും നീ പല്ലവി ഒഴിവാക്കി ജാസ്മിനെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലേ? ഇനി നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. നീ താലി കെട്ടേണ്ടത് പല്ലവിയ. അവളുടെ കഴുത്തില് താലി കെട്ട. വീണ്ടും മണവാട്ടിയായി കതിർ മണ്ഡപത്തിലെത്തിയിട്ട് നിന്റെ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് വിഷമമുണ്ട് ജാസ്മിൻ. ഇപ്പോ വിപിൻ പല്ലവിയെ വിവാഹം കഴിക്കാതെ നിന്നെ വിവാഹം കഴിച്ചാൽ അത് പല്ലവിയോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. എനിക്കും നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്തായാലും വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. അതിനുശേഷം നിന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. നിന്നെയൊക്കെ ഞാൻ എണ്ണി കണക്ക് പറയിപ്പിക്കും. നോക്കിക്കോ, വാ മോളെ. ജാസ്മിൻ, പല്ലവി ഇരിക്കുക. ഇങ്ങോട്ടോ. തിരുമേനി, ഇവരുടെ വിവാഹം നടത്താം. പല്ലവി പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും വിപിൻ എന്തിനാ ഈ വിവാഹത്തിന് തയ്യാറായത്? വിശാൽ സർ, പാർവതി, സാറിന്റെ വിഷമം ഇതുവരെ മാറിയില്ല അല്ലേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. പാർവതി, പറയാൻ എളുപ്പോ, പക്ഷേ ഇവിടെ നടന്നു ഒന്നും എനിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. സാർ പറയുന്നതിൽ അർത്ഥമുണ്ടോ? വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് സാറും ഞാനും അംഗീകരിച്ചില്ലെങ്കിലും നടന്നത് തന്നെയല്ലേ? അവർ തമ്മിലുള്ള വിവാഹം നടന്നതിലല്ല എൻ്റെ വിഷമം. വിപിൻ, അവൻ പല്ലവിയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ ചെയ്തത് ശരിയാണോ പാർവതി? നീ പറയ. അതിനെ നീ ന്യായീകരിക്കുന്നുണ്ടോ? അവൻ എൻ്റെ അനിയനായി പോയി. അതുകൊണ്ടാ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ
അവനിപ്പം ജയിലിൽ കിടക്കുമായിരുന്നു. പല്ലവിയും വിപിനും തമ്മിൽ അതിരുവിട്ട ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് എനിക്കും യോജിക്കാനാവില്ല. പക്ഷെ വിശാൽ സർ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. എന്റെ അനിയത്തി ആയതുകൊണ്ട് പല്ലവി പറയുന്നതെന്തും ഞാൻ കണ്ണു അടച്ച് വിശ്വസിക്കില്ല. അതിനർത്ഥം പല്ലവി കള്ളം പറഞ്ഞു എന്നാണോ? അങ്ങനെ ഞാൻ തീർത്തു പറയില്ല. പക്ഷേ അവൾ ഒരു കാര്യം ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ അവൾ എന്തു മാർഗവും സ്വീകരിക്കും. അതവൾക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാ. അപ്പോ വിപിനുമായുള്ള കല്യാണം നടക്കാൻ വേണ്ടി പല്ലവി നടത്തിയ നാടകമായിരുന്നു ഇത്. ഗർഭിണിയാണെന്ന് അവൾ കള്ളം പറഞ്ഞതാണോ? അതിനും സാധ്യതയുണ്ട്. പക്ഷേ ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവള് വളരെ കൂളായിട്ടല്ലേ അവിടെ നിന്നത്. അവളുടെ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് അവള് വെറുതെ വിപിനെതിരെ ആരോപണം നടത്തിയതല്ല എന്നാ എനിക്ക് തോന്നിയത്. എന്തൊക്കെയായാലും വിവാഹം നടക്കാൻ വേണ്ടി പല്ലവി മാനം പണയം വെച്ച് ഇത്തരം ഒരു നാടകം കളിക്കൂ? എന്തായാലും പല്ലവി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അവൾ ഗർഭിണിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അത് ഞാൻ വിശ്വസിക്കൂ. എന്തൊക്കെയായാലും മഹാമോശമായി പോയി കാര്യങ്ങൾ. നമ്മുടെ കുടുംബത്തിന്റെ മാനം തകർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം എന്റെ അനിയത്തി കാരണമാണല്ലോ സർ. അവളെ ഇവിടെ ഇത്രയും കാലം താമസിപ്പിക്കാതെ അന്നേ പറഞ്ഞു വീട്ടിൽ വിട്ടാൽ മതിയായിരുന്നു. പല്ലവി എന്തിനു കുറ്റപ്പെടുത്തുന്നു? കുറ്റപ്പെടുത്തേണ്ടത് വിപിന്നെ. അവന് അന്തസ്സിന് നിരക്കാത്തത് പ്രവർത്തിച്ചത്. അവനല്ലേ പല്ലവിയോട് ഈ ചതി കാണിച്ചത്. സർ, എന്തായാലും യാഥാർത്ഥ്യം തെളിയട്ടെ. അതുവരെ വിപിനെ പ്രതിസ്ഥാനത്ത് നിർത്തരുതെന്നാണ് എന്റെ അഭിപ്രായം. പാർവതിക്ക് അതെങ്ങനെ പറയാൻ കഴിയുന്നു? പാർവതി എന്തിനാ വിപിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്? എന്റെ സഹോദരനാണെന്ന പരിഗണനയാണോ നീ അവന് കൊടുക്കുന്നത്? എന്നാലേ അതൊന്നും വേണ്ട. തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഒരിക്കലും വിപിന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല സർ. എന്റെ ചിന്താഗതി മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ വിശാൽ സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വിപിൻ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലോ? സാറിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോയത്? അപ്പോഴല്ലേ പല്ലവി ആരോപണവുമായിട്ട് വന്നത്? അപ്പോ വിപിന്റെ മുമ്പിൽ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല്ലവി പറഞ്ഞത് വിപിൻ അംഗീകരിച്ചു. അങ്ങനെയാണെങ്കിലോ? ഏതായാലും സത്യം ബോധ്യപ്പെടുന്നതുവരെ വിപിനോട് സാർ ദേഷ്യപ്പെടരുത്. വിപിൻ, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ആ തിരക്കിനിടയിൽ എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇപ്പൊ നിന്റെ സൗകര്യമായിട്ട് കിട്ടിയല്ലോ. പറയാനുള്ളത് ഇപ്പൊ തന്നെ പറയാം. ആന്റി, ഞാൻ ആകെ സ്വസ്ഥത കെട്ടി നിൽക്കുക. എന്നോടിപ്പോ ആരും ഒന്നും പറയണ്ട. അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയല്ല ഞാനിപ്പോ. ആന്റിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പിന്നെ പറയാം. നിന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിച്ചത് ഞാനാണോ? അല്ലല്ലോ, നീയായിട്ട് തന്നെയാ നിന്റെ സമാധാനവും ജീവിതവും എല്ലാം നശിപ്പിച്ചത്. ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാ വിവാഹം. ആ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ വളരെയേറെ ആലോചിക്കണം, ശ്രദ്ധിക്കണം. നീ അതൊന്നും ഓർത്തില്ല. അവള് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോ നീ പേടിച്ച് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി. വിവാഹം കഴിച്ചു. ആന്റി, ഞാനത് ചെയ്ത്. നീ ഒന്നും ന്യായീകരിക്കണ്ട. ആണുങ്ങളായാലേ കുറച്ച് ബുദ്ധിയും തന്റെ ഇടമൊക്കെ വേണം. നിനക്കതില്ലാതെ പോയല്ലോ. ഏതായാലും നിനക്കൊരു അബദ്ധം പറ്റി. അത് ഇരു ചെവി അറിയാതെ നീ സോൾവ് ചെയ്യണമായിരുന്നു.
ഒരു ഗുളികയിൽ തീരാവുന്ന പ്രശ്ന ഇപ്പൊ കല്യാണത്തിൽ കലാശിച്ചത്. ആന്റി ആന്റി എന്തറിഞ്ഞിട്ട് ഈ വർത്തമാനം പറയുന്നത്? എനിക്ക് ആന്റി ഉദ്ദേശിക്കുന്ന പോലെ ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. വേണ്ട വേണ്ട, നീ വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. ഏതായാലും പല്ലവിയുടെ കയ്യിലായി നിന്റെ ജീവിതം. അവളുടെ വാശി അവള് സാധിച്ചെടുത്തു. നീ വിട്ടിയാ പമ്പര വിട്ടി. ഇടം നിസ്സാരയായ ഒരു പെണ്ണിന് മുന്നിൽ പരാജയപ്പെട്ട നിന്നെ ഇനി എന്തിനു കൊള്ളാം? എല്ലാത്തിനും കാരണക്കാരി അവളാ, ആ പാർവതി. ഒരു ഗതിയും പറുഗതിയും ഇല്ലാത്ത അവളെ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലേ നിന്റെ ലൈഫ് ഇങ്ങനെ നശിക്കില്ലായിരുന്നു. ആന്റി ഒന്ന് പോകുന്നുണ്ടോ? നീ എന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമൊന്നുമില്ല. നീ കാരണം നഷ്ടപ്പെട്ടതേ ഈ കുടുംബത്തിന്റെ അഭിമാനാ. ഇപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇറങ്ങിയ ആൾക്കാർ കളിയാക്കും, ഓരോന്നോരോന്നായിട്ട് കുത്തി കുത്തി ചോദിക്കും. അതിനൊക്കെ എന്ത് മറുപടി പറയും? എന്തായാലും മാനം കപ്പല് കയറി. ആന്റി അതിനെ എങ്ങനെ തിരികെ പിടിക്കുമെന്ന് എനിക്കറിയില്ല.